എല്ലാവർക്കും വന്ദനം. നല്ലൊരു ദിവസം യേശു തന്നു. എല്ലാ ദിവസവും യേശു വലുത് സഫലവുമായ വാതിലുകൾ നമുക്കായി തുറക്കുന്നു. എല്ലാ ദിവസവും വളരെ പ്രതീക്ഷയോടെ നമുക്ക് കാത്തിരിക്കുക. ഓരോ ദിവസവും കർത്താവ് ഉണ്ടാക്കിയ ദിവസമാണ്. കർത്താവ് ഉണ്ടാക്കിയ ദിവസത്തിൽ കർത്താവിൻ്റെ വഴിയിലാണോ, ആ വഴിയിൽ എന്തൊക്കെയോ ദൈവം നമുക്കായിട്ട് കർത്താവ് കരുതി വച്ചിട്ടുണ്ട്. ഇന്ന് എനിക്ക് നിങ്ങളോട് പറയാനുള്ള ഒരു പഴമൊഴി, നമ്മൾ എറിയുന്ന കല്ല് അത് അപ്രത്യക്ഷമാകും, എന്നാൽ അതുണ്ടാക്കുന്ന ഓളങ്ങൾ, അലകൾ അത് തുടർന്നുകൊണ്ടേയിരിക്കും. കർത്താവ് നമുക്ക് തന്ന ജീവിതം കൊണ്ട് ഏറ്റവും നല്ല ഓളങ്ങൾ ഉണ്ടാക്കാൻ നമുക്ക് കഴിഞ്ഞിരുന്നെങ്കിൽ, മറ്റുള്ളവർക്കെതിരെ നാം എറിയുന്നത് അത് ആ കല്ല് താന്നുപോകും, പിന്നെ ആരും അത് കാണില്ല. എന്നാൽ അതുണ്ടാക്കിയ എഫക്റ്റ് തലമുറയിലേക്ക് ഈ ഓളങ്ങൾ പോകാം, എഫക്റ്റ്. അതുകൊണ്ട് ചെറിയ കാര്യമായി മറ്റുള്ളവരെ കല്ലെറിയുന്ന കാര്യം ചെറുതായി കാണരുത്, അതിനൊത്തിരി അലകളുണ്ടാകും. ഈ സത്യം എല്ലാവരും അറിഞ്ഞിരിക്കുക. കർത്താവിൽ നമുക്ക് ഒരുമിച്ച് ബലപ്പെടണം. നാം നിമിത്തം ഒരു കുടുംബത്തിലും ഒരു വ്യക്തിക്കും ഒരു ബുദ്ധിമുട്ടുണ്ടാകരുത്. നമുക്ക് ക്ഷമ ചോദിക്കാനൊക്കെ എളുപ്പമാണ്. എന്നോട് ക്ഷമിക്കണം, ഞാൻ അങ്ങനൊരു കല്ലെറിഞ്ഞതാണ്, ഓക്കെ എന്നവർ പറയുമെങ്കിലും ആ കല്ലുണ്ടാക്കിയ ഒരു എഫക്റ്റ് ഉണ്ടല്ലോ, അത് കാലങ്ങൾ ചിലപ്പോൾ തുടരാം. അതുകൊണ്ട് കല്ലെറിയണമോ വേണ്ടയോ എന്ന് വളരെ ആലോചിക്കുക. മറ്റുള്ളവർക്കെതിരെ പറയുന്ന വാക്കുകൾ, മറ്റുള്ളവരെ വിമർശിക്കുന്ന വാക്കുകൾ ഓരോ കല്ലുകളാണ്. അത് പലതരത്തിലുള്ള എഫക്റ്റുകൾ ഉണ്ടാക്കും. നമ്മളായിട്ട് അതിന് തുനിയണോ? വേണ്ടല്ലോ. നമുക്ക് കർത്താവിൽ ആശ്രയിക്കാൻ. നമ്മുടെ വിളി മറ്റുള്ളവരെ എൻകറേജ് ചെയ്യാനാണ്, മറ്റുള്ളവരെ കല്ലെറിയാനല്ല. കല്ലെറിയാം, പാപമില്ലാത്തവന് ഒന്നാമത് കല്ലെറിയാം. അപ്പോൾ നമ്മൾ പറയും, പാപം മോചിച്ച് കിട്ടിയവരല്ലേ, എറിയാമല്ലോ. അങ്ങനെയെങ്കിൽ യേശു എറിഞ്ഞില്ല. പാപമില്ലാത്തവൻ ഒന്നാമത് കല്ലെറിയട്ടെ എന്ന് പറഞ്ഞു. യേശു എറിഞ്ഞില്ല. മോളെ, ആരും നിന്നെ എറിഞ്ഞില്ലേ? ഇല്ല, ഞാനും നിന്നെ എറിയുന്നില്ല, പൊയ്ക്കോ. പാപമില്ലാത്തവർ കല്ലെറിയില്ല. ഈ സത്യത്തിലേക്ക് നമുക്ക് വരാം. റോമാലേഖനം 5-ാമത്തെ അധ്യായം നമ്മൾ കഴിഞ്ഞ ദിവസം വായിച്ചു. കഷ്ടത സഹിഷ്ണുതയെയും, 3-ാം വാക്യം, സഹിഷ്ണുത സിദ്ധതയെയും സഹനശക്തിയെയും, സഹനശക്തി, സിദ്ധത, ആത്മനിയന്ത്രണം, ആത്മശക്തി എന്നൊക്കെ പറയാം, അതിലേക്കും. അങ്ങനെ സിദ്ധത പ്രത്യാശയെ ഉളവാക്കുന്നു. ഒരു വ്യക്തിയിൽ പ്രതീക്ഷകളുള്ള വ്യക്തിയായി മാറുന്നത് കഷ്ടതയിലൂടെ പോകുന്നവരാണ്. ആ വ്യക്തിയിൽ നിരന്തരം വന്ന കഷ്ടതകൾ ആ വ്യക്തിയെ വലിയ പ്രതീക്ഷയുള്ള വ്യക്തിയാക്കും. അതാണ് ദൈവത്തിൻ്റെ വഴികൾ മറഞ്ഞിരിക്കുന്നതല്ല, ദൈവത്തിൻ്റെ വഴികൾ ശ്രേഷ്ഠമാണ്. നമ്മളിന്ന് കടന്നു പോകുന്ന ഓരോ കാര്യങ്ങളും കർത്താവ് അറിയാതെയല്ല. എന്നിട്ട് പറയുന്നു, സിദ്ധത പ്രത്യാശയെ ഉളവാക്കുന്നു എന്ന് അറിഞ്ഞ് നാം കഷ്ടതയിലും പ്രശംസിക്കും. നിന്റെ ചട്ടങ്ങൾ പഠിക്കുവാൻ തക്കവണ്ണം ഞാൻ കഷ്ടത്തിലായത് എനിക്ക് ഗുണമായി. പ്രശംസിക്കുന്നു, കഷ്ടങ്ങളിൽ പ്രശംസിക്കുന്നു. കഷ്ടങ്ങളിൽ നിലവിളിക്കുന്നു എന്നല്ല, കഷ്ടങ്ങളിൽ മടുത്തുപോയെന്നല്ല, കഷ്ടങ്ങളിൽ നാടുവിട്ടുപോയെന്നല്ല, കഷ്ടങ്ങളിൽ സഹായിക്കാത്തവരെ പഴിക്കുന്നു എന്നല്ല, കഷ്ടതകളിൽ പ്രശംസിക്കുന്നവർ. എനിക്കത് വന്നതുകൊണ്ട്, എനിക്കിത് സംഭവിച്ചതുകൊണ്ട് എൻ്റെ ജീവിതം ടേൺ ആയി, എൻ്റെ ജീവിതം ഒരു പുതിയ വഴിത്തിരിവിലേക്ക് തിരിഞ്ഞു, എനിക്കൊരു പുതിയ ഷിഫ്റ്റ് നടന്നു,
ഈ കഷ്ടത എന്നെ പണിയാൻ ദൈവം വെച്ചതാണ്. ബൈബിളിൽ കാണുന്ന ആത്മീക മല്ലന്മാരുടെ ചരിത്രത്തിൽ മുഴുവനും ഇത് നമുക്ക് കാണാം. നമ്മൾ നോക്കുമ്പോൾ അബ്രഹാമിന് ജനിച്ച പിള്ളേര് മിസ്രൈമിൽ കടന്ന് 400-ലധികം വർഷം അടിമകളാകുന്നു. അയ്യോ, ആകാശത്തിലെ നക്ഷത്രങ്ങളെ പോലെ വളരേണ്ട പിള്ളേര് അന്യദേശത്ത് കടന്നിങ്ങനെ അടിമത്തം അനുഭവിക്കണോ? ദൈവത്തിന് വിളിയും തെരഞ്ഞെടുപ്പും ഉള്ളവർ ഏത് സ്ഥലത്ത് എത്ര അടിമത്തത്തിൽ പോയാലും സമ്പന്നരായി പുറത്തു വരും സമയമാകുമ്പോൾ. അവിടെ വായിക്കുന്നു, ദൈവം അവരെ വെള്ളിയോടും പൊന്നിനോടും കൂടെ പുറപ്പെടുവിച്ചു. അവരിലൊരു ബലഹീനനുണ്ടായിരുന്നില്ല. അവർ യുദ്ധസന്നദ്ധരായി പുറപ്പെട്ടു. കഷ്ടതകൾ ദൈവം വെക്കുന്ന ട്രെയിനിങ്ങുകളാണ്. അതുകൊണ്ട് അവർ പറയുകയാണ്, ഞങ്ങൾ കഷ്ടതയിലും സന്തോഷിക്കുന്നു. പലപ്പോഴും നമ്മൾ ചിലത് മാറിപ്പോകാൻ വേണ്ടി പ്രാർത്ഥിച്ചാൽ അത് പോകാറില്ല. കഴിയുമെങ്കിൽ കർത്താവേ, എന്നിട്ടും അത് പോകുന്നില്ല. നാം അതിലൂടെ പോയി ഒരു വലിയ ജയാളിയാകണമെന്ന് കർത്താവ് നമ്മെക്കുറിച്ച് അത് കരുതി വച്ചിരിക്കുന്നു. അതുകൊണ്ട് ദൈവഹിതപ്രകാരമുള്ള ദുഃഖങ്ങളെ സ്തോത്രത്തോടെ സ്വീകരിക്കുക. ദൈവഹിതപ്രകാരമുള്ള കാര്യങ്ങളെ എൻ്റെ ഉയർച്ചയ്ക്കും നന്മയ്ക്കുമാണെന്ന് പറഞ്ഞ് നന്ദി പറയുക. അതിനുള്ള കൃപ ഓരോരുത്തർക്കും ദൈവം തരട്ടെ. അടുത്തത്, പ്രത്യാശയ്ക്കോ ഭംഗം വരുന്നില്ല. 5-ാമത്തെ വാക്യത്തിലാണ്, പ്രത്യാശയ്ക്കോ ഭംഗം വരുന്നില്ല. കഷ്ടത സഹിഷ്ണുതയെയും സഹിഷ്ണുത സിദ്ധതയെയും സിദ്ധത പ്രത്യാശ ഉളവാക്കുന്നു. ആ പ്രത്യാശയ്ക്ക് മങ്ങൽ വരുന്നില്ല, ഭംഗം വരുന്നില്ല. അതൊരു പരാജയമല്ല. ദൈവം നമുക്ക് തരുന്ന പ്രത്യാശ ലോകമനുഷ്യന് ഉള്ളത് പ്രതീക്ഷകളാണ്. എൻ്റെ ഭർത്താവ് വരും, എൻ്റെ ഭാര്യ നന്നാകും, എൻ്റെ കുടുംബം അനുഗ്രഹിക്കപ്പെടും. അത് പ്രതീക്ഷകളാണ്. പ്രത്യാശയെന്ന് പറഞ്ഞാൽ, ഇനി അഥവാ ഭർത്താവ് സമയത്ത് വന്നില്ലെങ്കിലോ പ്രതീക്ഷ പോയി, സമ്പത്ത് സമയത്ത് കിട്ടിയില്ലെങ്കിലോ പ്രതീക്ഷ പോയി. എന്നാൽ പ്രത്യാശ എന്ന് പറയുന്നത്, ഇനി ഒന്നുമില്ലെങ്കിലും ഒന്നും കണ്ടില്ലെങ്കിൽ ഈ ദൈവം വിടുവിക്കുമെങ്കിൽ വിടുവിക്കട്ടെ, വിടുവിച്ചില്ലെങ്കിലും ഞങ്ങൾക്ക് വേറൊരു ആരാധനയില്ല. ആറ്റിറ്റ്യൂഡാണ് പ്രത്യാശ. ഈ ദൈവം ഞങ്ങളെ വേണമെങ്കിൽ വിടുവിച്ചാൽ മതി, വിടുവിച്ചില്ലെങ്കിലും ഞങ്ങളുടെ ഭാവി കേടാകില്ല. അതിൻ്റെ പേരാണ് പ്രത്യാശ. കാണുന്ന പ്രത്യാശ പ്രത്യാശയല്ല. കാണാത്തതോ നിത്യമാണ്. കാണുന്നതിന് വേണ്ടിയല്ല പ്രത്യാശിക്കേണ്ടത്, കാണാത്തതിന് വേണ്ടി. കർത്താവ് അത് നമുക്ക് നൽകട്ടെ. 5-ാം വാക്യം, പ്രത്യാശയ്ക്കോ ഭംഗം വരുന്നില്ല. ദൈവത്തിൻ്റെ സ്നേഹം നമുക്ക് നൽകപ്പെട്ട പരിശുദ്ധാത്മാവിനാൽ നമ്മുടെ ഹൃദയങ്ങളിൽ പകർന്നിരിക്കുന്നു. ദൈവം ഒരാൾക്ക് പരിശുദ്ധാത്മാവിനെ കൊടുക്കുമ്പോൾ അത് അവൻ്റെ ശിരസിന്മേലാണ് അഗ്നിജ്വാല പോലെ പിളർന്ന് നാവായിട്ട് ആരംഭിച്ചതെങ്കിലും അത് ഹൃദയത്തെയാണ് മാറ്റിമറിക്കുന്നത്, ഹൃദയങ്ങളിൽ പകർന്നിരിക്കുന്നു. അതുകൊണ്ട് ഒരു ദൈവ പൈതൽ ബുദ്ധി കൊണ്ട് സംസാരിക്കില്ല, ഹൃദയം കൊണ്ടേ കാര്യങ്ങൾ പറയും. ബുദ്ധി കൊണ്ടാണെങ്കിൽ പറയും ഈ വിഷയം വന്നത് നമ്മുടെ അവസാനത്തിനാണ്. എന്നാൽ ഹൃദയം കൊണ്ടാണെങ്കിൽ പറയും ഇത് തിന്മയ്ക്കല്ല, ദൈവപുത്രൻ മഹത്വപ്പെടാനാണ്. ബുദ്ധി കൊണ്ട് പറയുന്നതും ഹൃദയം കൊണ്ട് പറയുന്നതും വ്യത്യാസമാണ്. ബുദ്ധി കൊണ്ട് പറയും എനിക്ക് ഇനിയൊരു ഭാവി ഉണ്ടെന്ന് തോന്നുന്നില്ല, കാരണം ഞാൻ കണ്ണാടിയിൽ നോക്കിയപ്പോൾ മനസ്സിലായി എനിക്ക് 60-70 വയസ്സൊക്കെ ആയി, ഇനി എന്ത് ഭാവി. എന്നാൽ ഹൃദയം പറയുന്നു, കാലേബ് പറഞ്ഞതുപോലെ, അന്ന് കൽപ്പിച്ച മല ഇപ്പോൾ തരിക. അനാക്യ മല്ലന്മാരവിടെ ഉണ്ടെന്ന് എനിക്കറിയാം, കർത്താവ് കൂടെയുണ്ടെങ്കിൽ ഞാൻ അതിനെ പിടിച്ചടക്കും. ബുദ്ധി കൊണ്ട് പറയണോ ഹൃദയം കൊണ്ട് പറയണോ, ഇത് നമ്മളാ തീരുമാനിക്കുന്നേ. പ്രത്യാശയ്ക്ക് ഭംഗം വരുന്നില്ല.
ദൈവത്തിൻ്റെ സ്നേഹം നമുക്ക് നൽകപ്പെട്ട പരിശുദ്ധാത്മാവിൽ നമ്മുടെ ഹൃദയത്തിലിരിക്കും. പരിശുദ്ധാത്മാവ് നമ്മുടെ തലച്ചോറിലല്ല പ്രവർത്തിക്കുന്നു. തലച്ചോറിൽ ബുദ്ധി നന്നായിട്ട് പ്രവർത്തിക്കട്ടെ. എന്നാൽ ബുദ്ധി തോൽക്കുന്നിടത്ത് ഹൃദയം വിജയിക്കും. ഹൃദയമെന്ന് പറയുന്നത് എപ്പോഴും ഇങ്ങനെ ഇടിച്ചുകൊണ്ടിരിക്കുന്ന നമ്മുടെ ഒരു മാംസത്തിൻ്റെ ഇടമല്ല. അത് നമ്മുടെ ഉള്ളത്തെ കാണിക്കുന്നു, നമ്മുടെ ആത്മമനുഷ്യനെ കാണിക്കുന്നു. ബുദ്ധിയുള്ള മനുഷ്യനല്ല വിജയിക്കുന്നത്, ആത്മമനുഷ്യൻ. അവൻ പറയും, എൻ്റെ പ്രത്യാശ ഒരിക്കലും ആർക്കും എന്നിൽ നിന്ന് എടുത്തു കളയാൻ കഴിയില്ല. ബുദ്ധിക്ക് പലതും നമ്മിൽ നിന്ന് എടുത്തു കളയാൻ കഴിയും. എന്നാൽ പ്രത്യാശ അത് ആത്മമനുഷ്യൻ്റെ അവകാശമാണ്. അവിടെ നമ്മൾ വായിക്കുന്നു, പ്രത്യാശയ്ക്കോ ഭംഗം വരുന്നില്ല, ദൈവത്തിൻ്റെ സ്നേഹം നമുക്ക് നൽകപ്പെട്ട പരിശുദ്ധാത്മാവിനാൽ നമ്മുടെ ഹൃദയങ്ങളിൽ പകർന്നിരിക്കുന്നു. നമ്മുടെ ഹൃദയങ്ങളിൽ പകർന്നിരിക്കുന്ന പരിശുദ്ധാത്മാവ് അത് ബുദ്ധി കൊണ്ടല്ല നാം നമ്മുടെ ജീവിതത്തെ വിഭാവന ചെയ്യുന്നത്, ഹൃദയം കൊണ്ടാണ്, ആത്മാവിലാണ്. ദൈവം അത് ചെയ്യും. ദൈവം നമ്മുടെ കുടുംബത്തെ ഉയർത്തും. ഒന്നും മുമ്പിൽ കാണാനില്ലെങ്കിലും ബുദ്ധി പറയുന്നതല്ല ഹൃദയം പറയുന്നത്. ബുദ്ധി പറയുന്നു ഇനി വഴികളൊന്നുമില്ല. ഹൃദയം പറയുന്നു വടി നീട്ടിയാൽ മതി, ചെങ്കടൽ രണ്ടാകും. ബുദ്ധി പറയുന്നു കൊയ്ത്ത് കാലത്ത് യോർദാൻ കവിഞ്ഞൊഴുകും. ഹൃദയം പറയുന്നു ഏത് യോർദാൻ ഒഴുകിയാലും കർത്താവ് നമുക്ക് അനുകൂലമെങ്കിൽ പ്രതികൂലം ആര്? ബുദ്ധി പറയുന്നു ഇതൊരു വൻ പരാജയമാണ്. എന്നാൽ ഹൃദയം പറയുന്നു ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക്, നിർണയപ്രകാരം വിളിക്കപ്പെട്ടവർക്ക് തന്നെ സകലതും നന്മയ്ക്കായി കൂടി വ്യാപരിക്കും. ഏത് വേണം, ഏത് തിരഞ്ഞെടുക്കണം, ഏതിലൂടെ യാത്ര ചെയ്യണം, ഇത് കർത്താവ് നമ്മോട് സംസാരിക്കും. നമുക്കത് വിശ്വസിക്കാം, പ്രാർത്ഥിക്കാം. യേശുവേ, ഞങ്ങൾക്ക് ലഭിച്ച നല്ല സമയത്ത് ഞങ്ങളുടെ വിശ്വാസം സജീവമാകാൻ യേശുവിൻ്റെ നാമത്തിൽ അപേക്ഷിക്കുന്നു. സഭയ്ക്ക് വിരോധമായി ഉണ്ടാക്കുന്ന, കുടുംബങ്ങൾക്ക് വിരോധമായി ഉണ്ടാക്കുന്ന എല്ലാ പിശാചിൻ്റെ പരിപാടികളും ഞങ്ങൾ ബുദ്ധിപരമായി കണ്ട് അതിനെ ക്രിസ്തുവിലേക്ക് ഹൃദയപ്രകാരം കണ്ട് ഒരു ജയത്തെ ഞങ്ങൾ പിടിച്ചടക്കുന്നു. ബുദ്ധി കൊണ്ടുള്ള പ്രാർത്ഥനയും ബുദ്ധി കൊണ്ടുള്ള ജീവിതവും അല്പം ഭാവി തന്നെങ്കിൽ ഇതാ ഹൃദയം കൊണ്ടുള്ള ഭാവി, ആത്മാവ് കൊണ്ടുള്ള ഭാവി നിലനിൽക്കുന്നതും തേജസ്സുള്ളതുമാണെന്ന് ഓരോ വ്യക്തികളും തിരിച്ചറിയത്തക്ക രീതിയിൽ അത്ഭുതങ്ങൾ ഇവരിൽ നടക്കട്ടെ. ഈ ദിവസം മുതൽ ഒരു വഴിത്തിരിവുണ്ടാകട്ടെ, യേശുവിൻ നാമത്തിൽ, ആമേൻ. കർത്താവ് അത് ചെയ്യും. കർത്താവിൻ്റെ അമിത ബലത്തിൽ ശക്തിപ്പെടാം. നാളെ വ്യാഴാഴ്ച നമുക്ക് രാവിലെ 10:30 ഉപവാസ പ്രാർത്ഥനയുണ്ട്. വരണം, അനുഗ്രഹിക്കപ്പെടണം. ഗോഡ് ബ്ലെസ് യു. Lord, I give you my heart, I give you my soul, I live for you, oh Lord, every breath that I take, every moment I'm awake. Lord, have your way in me. Lord, I give you my heart, I give you my soul, I live for you, oh Lord, every breath that I take, every moment I'm awake. Lord, have your way in me. Have your way. This is my desire. This is my desire, to honor you, Lord, with all my heart I worship you.
I give